മിനിറ്റിൽ ബിഹൈൻഡ് സെൻസേഷൻസ് എന്ന് പറയുന്ന ഈ ഒരു വലിയ ചാപ്റ്റർ നമുക്ക് കംപ്ലീറ്റ് ചെയ്താലോ? ഓക്കെ, അപ്പം ഈ ഒരു ചാപ്റ്ററിൽ നമുക്ക് മെയിൻ ആയിട്ട് നമ്മുടെ കണ്ണ്, മൂക്ക്, നാക്ക്, നമ്മുടെ എന്താ പറയുക സ്കിന്ന്, ഇതിനെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവരുടെ സെൻസേഷൻസും പറയുന്നുണ്ട്. അപ്പോൾ ബിഹൈൻഡ് സെൻസേഷൻസ് അല്ലെങ്കിൽ സംവേദനങ്ങൾക്ക് പിന്നിൽ എന്ന് പറയുന്ന ഈ ചാപ്റ്ററാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഈ ചാപ്റ്റർ തുടങ്ങുമ്പോൾ എന്താണ് സ്റ്റിമുലൈ അല്ലെങ്കിൽ ഉദ്ദീപനം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സറൗണ്ടിങ്സിലുള്ള എന്തെങ്കിലും ഒരു ചേഞ്ച്, അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്റ്റിമുലൈ എന്ന് പറയുന്നത്. ആൻഡ് ആ ചേഞ്ച് നമ്മളുടെ ഒരു റെസ്പോൺസ് അല്ലെങ്കിൽ പ്രതികരണത്തിന് കാരണമാവുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് റെസ്പോൺസ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ഈ വരുന്ന സ്റ്റിമുലൈനെ റിസീവ് ചെയ്യണം. അങ്ങനെ റിസീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്പെഷ്യലൈസ്ഡ് സെൽസ് നമ്മുടെ സെൻസ് ഓർഗൻസിലുണ്ട്. അവരെയാണ് നമ്മൾ റിസെപ്റ്റേഴ്സ് എന്ന് പറയാം. അപ്പൊ ഈ സ്റ്റിമുലൈ നമ്മുടെ റിസെപ്റ്റേഴ്സ് റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടാകും? ഒരു ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഡെവലപ്പ് ചെയ്യും. ആ ഇലക്ട്രിക്കൽ പൊട്ടൻഷ്യൽ ഒരു പരിധിയിൽ കൂടി കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നെർവ് ഇമ്പൾസ് എന്നൊക്കെ പറയാം. അത് നമ്മുടെ ബ്രെയിനിലെത്തി ബ്രെയിൻ തിരികെ നമുക്കൊരു റെസ്പോൺസ് തരുമ്പോൾ അതാണ് നമ്മുടെ റെസ്പോൺസ് ആയിട്ട് നമ്മൾ കാണുന്നത്. ഓക്കെ, സോ ഇവിടെ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ സെൻസേഷൻസ് നമുക്ക് രണ്ട് തരത്തിലുള്ളതുണ്ട്. അതായത് ജനറൽ ആയിട്ടുള്ള സെൻസസും ഉണ്ട്, സ്പെഷ്യൽ സെൻസസും ഉണ്ട്. ജനറൽ സെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ ഭാഗത്തും നമുക്കത് അറിയാൻ വേണ്ടി പറ്റും. നമ്മുടെ ടച്ച്, പെയിന്, ചൂട്, തണുപ്പ്, ഇതൊക്കെ ജനറൽ സെൻസസ് ആണ്. പക്ഷേ സ്പെഷ്യൽ സെൻസസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കാഴ്ച, അത് നമുക്ക് കണ്ണിലൂടെ മാത്രമേ പറ്റുള്ളൂ. കേൾവി, അത് നമുക്ക് ചെവിയിലൂടെ മാത്രമേ പറ്റുള്ളൂ. സ്മെല്ല് മൂക്കിലൂടെ മാത്രം, ടേസ്റ്റ് നാക്കിലൂടെ മാത്രം. സോ പ്രത്യേക സെൻസ് ഓർഗൻസിലൂടെ മാത്രം പറ്റുന്നതാണ് നമ്മുടെ സ്പെഷ്യൽ സെൻസസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ചാർട്ട് വെച്ചിട്ടുണ്ട്. ഒരു എക്സ്റ്റേണൽ സ്റ്റിമുലൈ ഉണ്ടായി കഴിഞ്ഞാൽ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ ഗ്രാഹികൾ അത് റിസീവ് ചെയ്യുന്നു. ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഉണ്ടാകും. അതിനെ റിസെപ്റ്റർ പൊട്ടൻഷ്യൽ എന്ന് പറയും. കാരണം ഇത് റിസെപ്റ്റേഴ്സിലാണ് ഉണ്ടാവുന്നത്. അതൊരു പരിധിയിൽ കൂടിയാൽ അതിനെയാണ് ആക്ഷൻ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ നെർവ് ഇമ്പൾസ് എന്ന് പറയാം. അത് ബ്രെയിനിൽ എത്തിക്കഴിഞ്ഞാൽ ബ്രെയിൻ അപ്രോപ്രിയേറ്റ് റെസ്പോൺസ് നമുക്ക് തരുന്നു. അങ്ങനെയാണ് നമ്മൾ പ്രതികരിക്കുന്നത്. ഇനി എങ്ങനെയാണ് നമ്മുടെ ആദ്യത്തെ സെൻസ് ഓർഗൻസിലേക്ക് പോവുകയാണ്, അതാണ് നമ്മുടെ ഐസ് എന്ന് പറയുന്നത്. ഈ ഐ എങ്ങനെയാണ് പ്രൊട്ടക്ട് ചെയ്തിരിക്കുന്നത്? ഒന്നാമതായിട്ട് നമ്മുടെ ഐ സോക്കറ്റ്, ഇവിടെ കണ്ണിൻ്റെ ആയിട്ട് നമ്മുടെ തലയോട്ടിൽ നമുക്കൊരു കുഴിയുണ്ട്. അതിനെയാണ് ഐ സോക്കറ്റ് എന്ന് പറയുന്നത്. ആ കുഴീൻ്റെ അത് നമ്മുടെ കണ്ണിനെ ഫിക്സ് ചെയ്ത് വെക്കുന്നതാണ് നമ്മുടെ എക്സ്റ്റേണൽ ഐ മസിൽസ് ഉണ്ട്. ആൻഡ് അത് കൂടാതെ ഇവിടെ നമുക്ക് ലാക്രിമൽ ഗ്ലാൻസ് ഉണ്ട്, കണ്ണുനീർ ഗ്രന്ഥികൾ, അവർ കണ്ണുനീര് ഉണ്ടാക്കുന്നുണ്ട്. ഈ കണ്ണുനീര് നമ്മൾ അണുക്കളിൽ നിന്ന് സംരക്ഷിക്കാനും പറ്റും. കാരണം അതിനകത്ത് ലൈസോസൈം എന്ന് പറയുന്ന എൻസൈം ഉള്ളതുകൊണ്ട്. പിന്നെ ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ നിന്നൊക്കെ റിമൂവ് ചെയ്യുന്നുണ്ട്, നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ കണ്ണിൽ ഒരു മോയ്സ്ചർ എപ്പോഴും കൊടുക്കുന്നുണ്ട്. ഓക്കെ, പിന്നെയാണ് നമ്മുടെ കൺജങ്ക്ടൈവ അല്ലെങ്കിൽ നേത്രാവരണം. നമ്മുടെ കണ്ണിന്റെ ഈ കോർണിയ എന്ന് പറയുന്ന ഈ ഭാഗം വരുന്നത് ഒഴിച്ച് ബാക്കി എല്ലാ ഭാഗങ്ങളെയും പിന്നെ കൺപോളകളുടെ ഉള്ളിലൊക്കെ ആയിട്ട് കാണുന്ന ഒരു ആവരണമാണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മളെ ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ നിന്നും ജേംസിൽ നിന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ കണ്ണിന്റെ പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത്. ഇനി കണ്ണിന്റെ സ്ട്രക്ചർ എന്ന് നോക്കിക്കഴിഞ്ഞാൽ കണ്ണിന് 3 ലെയേഴ്സ് ആണ്. സ്ക്ലീറ, കൊറോയിഡ്, റെറ്റിന. അപ്പൊ ഇതിൽ സ്ക്ലീറ എന്ന് പറഞ്ഞാൽ ഔട്ടർ മോസ്റ്റ് ലെയർ ആണ്. ഒരു ദൃഢതയും നമുക്കൊരു സംരക്ഷണമൊക്കെ തരുന്നുണ്ട്. കൊറോയിഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലഡ് വെസൽസ്, രക്തക്കുഴലുകളൊക്കെ കാണുന്ന ഒരു ലെയർ ആണ്. ഇവിടെ നമുക്ക് എന്താണ് ഇവരുടെ ഫംഗ്ഷൻ? ഓക്സിജനും ന്യൂട്രിയൻസും ഇന്നർ ലെയർ ആയിട്ടുള്ള റെറ്റിനയ്ക്ക് കൊടുക്കുക. പിന്നെ ഇതിന്റെ ഉള്ളിലുള്ള പ്രഷർ റെഗുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ റെറ്റിന നോക്കുകയാണെങ്കിൽ ഇവിടെയാണ് നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് അല്ലെങ്കിൽ പ്രകാശഗ്രാഹി കോശങ്ങൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ പ്രതിബിംബം രൂപപ്പെടുന്ന സ്ഥലവും കൂടിയാണിത്. ഇനി നമ്മുടെ സ്ക്ലീറയുടെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള പുറത്തേക്ക് ഇങ്ങനെ ഉന്തി നിൽക്കുന്ന ഈ ഭാഗമാണ് കോർണിയ എന്ന് പറയുന്നത്. കോർണിയയിലൂടെയാണ് നമ്മുടെ പ്രകാശം എന്ത് ചെയ്യുന്നത്? ഉള്ളിലേക്ക് കടക്കുന്നത്. പിന്നെ കൊറോയിഡിന്റെ കണ്ടിന്യൂഷൻ ആയിട്ട് വരുന്ന ഒരു സീലിയറി മസിൽസ് നമുക്ക് ഇവിടെ കാണാം. സീലിയറി മസിൽസിൽ നിന്ന് വരുന്നതാണ് നമ്മളുടെ ഈ ഒരു ഐറിസ് എന്ന് പറയുന്ന ഭാഗം. ഓക്കെ, നടുവിലായിട്ട് നമുക്കൊരു ട്രാൻസ്പെറന്റ് ആയിട്ടുള്ള ക്ലിയർ ആയിട്ടുള്ള കോൺവെക്സ് ലെൻസും ഉണ്ട്. അപ്പൊ ഇവിടെ നമ്മുടെ സീലിയറി മസിൽസ് നമ്മുടെ ലെൻസിന്റെ കർവേച്ചർ, നമ്മൾ ദൂരെയുള്ള വസ്തുക്കളെ കാണുമ്പോഴും അടുത്തുള്ള വസ്തുക്കളെ കാണുമ്പോഴും ലെൻസിന്റെ കർവേച്ചറിൽ വ്യത്യാസം ഉണ്ടാവാറുണ്ട്. അതിനെ സഹായിക്കുന്ന ഒരാളാണ് സീലിയറി മസിൽ. ദെൻ ഐറിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കണ്ണിന്റെ ഉള്ളിലേക്ക് പ്രകാശം കിടക്കുന്ന ഒരു ഓപ്പണിംഗ് ആണ് പ്യൂപ്പിള്. അപ്പോൾ ആ പ്യൂപ്പിളിന്റെ സൈസ് വലുതാക്കാനും ചെറുതാക്കാനും സഹായിക്കുന്നത് ഐറിസിലുള്ള മസിൽസ് ആണ്. ഓക്കെ, പിന്നെ നമ്മുടെ കോൺവെക്സ് ലെൻസ് ട്രാൻസ്പാരന്റ് ആണ്. അതേപോലെ തന്നെ എന്താണ് ഭയങ്കര ക്ലിയർ ആയിട്ടുള്ള ഒരു ലെൻസ് ആണ് നമുക്കുള്ളത്. പിന്നെ നമ്മൾ റെറ്റിന നോക്കുകയാണെങ്കിൽ റെറ്റിനയിൽ 3 ലെയേഴ്സ് ഉണ്ട്. ലൈറ്റ് ഇങ്ങനെ വരുന്ന ഡയറക്ഷൻ നോക്കുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും പുറമേ ആയിട്ട് നമ്മുടെ ഗാംഗ്ലിയോൺ, പിന്നെ ബൈപോളാർ, പിന്നെയാണ് നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉള്ളത്. അതായത് കൊറോയിഡിന്റെ ഏറ്റവും അടുത്താണ് ഫോട്ടോ റിസെപ്റ്റേഴ്സ്, പിന്നെ നമ്മുടെ ബൈപോളാർ സെൽ ലെയർ, പിന്നെ നമ്മുടെ ഗാംഗ്ലിയോണിക് ലെയർ, അങ്ങനെയാണുള്ളത്.
ഇവിടെ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് നമുക്ക് രണ്ട് തരത്തിലുണ്ട്. കോൺ സെൽസും ഉണ്ട്, റോഡ് സെൽസും ഉണ്ട്. കോൺ സെൽസ് കോൺ ഷേപ്പും റോഡ് സെൽസ് റോഡ് ഷേപ്പും ആണ്. ഇതിൽ കോൺ സെൽസിലുള്ള പിഗ്മെന്റ് ആണ് ഫോട്ടോപ്സിൻ, റോഡ് സെൽസിലുള്ളതാണ് റൊഡോപ്സിൻ. റൊഡോപ്സിൻ നമുക്ക് ഡിം ലൈറ്റിലും ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷൻ ഒക്കെയാണ് തരിക. കോൺ സെൽസ് ആണെങ്കിൽ നമുക്ക് ബ്രൈറ്റ് ലൈറ്റ് വിഷനും കളർ വിഷനും ആണ് തരിക. ഇനി എന്താണ് ബൈപോളാർ സെൽ ലെയറിന്റെ ഫംഗ്ഷൻ എന്ന് വെച്ചാൽ, ഫോട്ടോ റിസെപ്റ്റേഴ്സിൽ അവർ റിസെപ്റ്റേഴ്സ് ആണ് അല്ലെ. അപ്പൊ സ്റ്റിമുലൈ ലൈറ്റിനെ റിസീവ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഇമ്പൾസ് ഫോം ചെയ്യും, ആക്ഷൻ പൊട്ടൻഷ്യൽ ഉണ്ടാവും. ആ ആക്ഷൻ പൊട്ടൻഷ്യലിനെ റിസീവ് ചെയ്ത് അടുത്ത ലെയർ ആയിട്ടുള്ള ഗാംഗ്ലിയോൺ സെൽ ലെയറിന് കൊടുക്കുക എന്നുള്ളതാണ് ബൈപോളാർ സെൽ ലെയറിന്റെ ഫംഗ്ഷൻ. ബൈപോളാർ സെൽ ലെയർ ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ആർക്ക് കൊടുക്കും? നമ്മുടെ ഒപ്റ്റിക് നെർവിന് കൊടുക്കും. ഒപ്റ്റിക് നെർവ് ആണ് ഇത് നമ്മുടെ ബ്രെയിനിലേക്ക് കൊണ്ടുപോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഒപ്റ്റിക് നെർവ് കാണാം. ഓക്കെ, നേത്രനാടി. ഇനി നമ്മുടെ റെറ്റിനയിൽ രണ്ട് സ്പോട്ട് ഉണ്ട്, ഒരു യെല്ലോ സ്പോട്ടും ഒരു ബ്ലൈൻഡ് സ്പോട്ടും. യെല്ലോ സ്പോട്ടിലാണ് ഏറ്റവും കൂടുതൽ ഫോട്ടോ റിസെപ്റ്റേഴ്സ് കാണുന്നത്, ബ്ലൈൻഡ് സ്പോട്ടിൽ ഒന്നും തന്നെ ഇല്ല. അതുകൊണ്ട് അവിടെ ഇമേജ് ഫോം ചെയ്ത് നമുക്ക് കാണാനും പറ്റില്ല. അപ്പൊ നമ്മൾ പറഞ്ഞ കാര്യങ്ങളാണ് ഇതെല്ലാം കേട്ടോ. ഇനി ബൈപോളാർ സെൽ ലെയറിൽ തന്നെ നമുക്ക് ഓൺ ആൻഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് രണ്ട് ടൈപ്പ് സെൽസ് ഉണ്ട്, അത് നമ്മളിപ്പോൾ പറയും. ഇനി നമ്മുടെ കണ്ണിന്റെ ഉള്ളിൽ രണ്ട് ചേംബേഴ്സ്, അതായത് നമ്മുടെ ഇതാണ് റെറ്റിന. റെറ്റിനേന്റെയും ലെൻസിന്റെയും ഇടയിലുള്ള ഈ ചേംബറാണ് കുറച്ച് വലിയ ചേംബറാണ്, വിട്രിയസ് ചേംബർ. അവിടെയുള്ള ഫ്ലൂയിഡ് ആണ് ഒരു ജെല്ലി ലൈക്ക് ഫ്ലൂയിഡ്. കണ്ണിന്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യാന്നുള്ളതാണ് അവരുടെ ഫംഗ്ഷൻ. ഇനി നമ്മുടെ ലെൻസിന്റെയും കോർണിയയുടെയും ഇടയിലുള്ള ഈ ചേംബറാണ് അക്വസ് ചേംബർ. അവിടെ ഒരു വാട്ടറി ലൈക്ക് ഫ്ലൂയിഡ് ആണുള്ളത്. ആ വാട്ടറി ലൈക്ക് ഫ്ലൂയിഡ്, അക്വസ് ഫ്ലൂയിഡ് ഫോം ചെയ്യുന്നത് ബ്ലഡിൽ നിന്നാണ്. നമ്മുടെ ടിഷ്യൂ ഫ്ലൂയിഡ് ഒക്കെ ഫോം ചെയ്യുന്ന പോലെ ബ്ലഡിൽ നിന്ന് ഊസ് ഔട്ട് ചെയ്തിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിലുള്ള ലെയേഴ്സിന് നമുക്ക് നറിഷ്മെന്റ് കൊടുക്കാനും അതേപോലെ തന്നെ കണ്ണിലുള്ള പ്രഷർ റെഗുലേറ്റ് ചെയ്യാന്നുള്ളതാണ് ഇവരുടെ ഫംഗ്ഷൻ. പിന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു ഐറിസ്. ഐറിസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ രണ്ട് ടൈപ്പ് മസിൽസ് ഉണ്ട്. ഒന്ന് ഇങ്ങനെയുള്ള സർക്കുലർ മസിൽസും പിന്നെ ഇങ്ങനെയുള്ള നമ്മുടെ റേഡിയൽ മസിൽസും ഉണ്ട്. വലയ പേശികളും ദീർഘപേശികളും ഉണ്ട്. അപ്പൊ നമ്മുടെ പ്യൂപ്പിൾ, ഈ ഓപ്പണിംഗ് ആണ് പ്യൂപ്പിൾ. ഈ ഓപ്പണിങ്ങിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ലൈറ്റ് ഉള്ളിലേക്ക് കിടക്കുന്നത്. അപ്പൊ നോർമൽ സ്ഥിതി ഇതാണ് നമ്മുടെ പ്യൂപ്പിൾ അല്ലെ കൃഷ്ണമണിയുടെ സൈസ്. പക്ഷെ ഭയങ്കര ബ്രൈറ്റ് ലൈറ്റ് ആവുമ്പം ഇത്രയും വലുതായിട്ട് ഇരുന്ന് കഴിഞ്ഞാൽ ഒത്തിരി ലൈറ്റ് ഉള്ളിലേക്ക് കയറുകയും അത് നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സിനെ ഡാമേജ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മുടെ സർക്കുലർ മസിൽസ് എല്ലാം കൂടി കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ പ്യൂപ്പിളിന്റെ സൈസ് ചെറുതാകും. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കിടക്കുന്ന ലൈറ്റിന്റെ എമൗണ്ട് കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇനി ഡിം ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പ്യൂപ്പിൾ ഇത്രയും ചെറുതാവണ്ട, കുറച്ച് ഓപ്പൺ ആയിരുന്നാലും കുഴപ്പമില്ല. അപ്പം നമ്മുടെ റേഡിയൽ മസിൽസ്, ദീർഘപേശികൾ എല്ലാവരും കൂടെ എന്ത് ചെയ്യുന്നു? ഇതിന്റെ റേഡിയൽ മസിൽസ് തന്നെയാണ് കേട്ടോ പറയണേ. റേഡിയൽ പേശികൾ എല്ലാവരും കൂടെ കോൺട്രാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? നമ്മുടെ പ്യൂപ്പിളിന്റെ സൈസ് വലുതാവും. ഇത് എക്സാമിൽ ചോദിക്കാറുള്ളതാണ്. ഇനി അടുത്ത നമ്മുടെ ലെൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ലെൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റലിൻ എന്ന് പറയുന്ന ഒരു സബ്സ്റ്റൻസ് കൊണ്ടാണ് മെയിൻ ആയിട്ട് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത്. ലെൻസിന് ഒരു ഔട്ടർ മോസ്റ്റ് കവറിംഗ് ഉണ്ട്, അതാണ് ലെൻസ് ക്യാപ്സ്യൂൾ. അതൊരു ഇലാസ്റ്റിക് ആയിട്ടുള്ള ലെയർ ആണ്. അതിൻ്റെ ഉള്ളിൽ ലെൻസ് എപ്പിത്തീലിയം ഉണ്ട്. ഇതാണ് നമ്മുടെ ലെൻസ് ഫൈബേഴ്സ് ഫോം ചെയ്യുന്നത്. അതായത് ലെൻസ് എപ്പിത്തീലിയത്തിന്റെ ഉള്ളിലാണ് ലെൻസ് ഫൈബേഴ്സ് ഉള്ളത്. അപ്പോൾ നമ്മുടെ ലൈഫിൽ ത്രൂ ഔട്ട് നമുക്ക് വേണ്ട ലെൻസ് ഫൈബേഴ്സ് ഫോം ചെയ്യിക്കുന്നത് ഈ ലെൻസ് എപ്പിത്തീലിയമാണ്. ഓക്കെ, പിന്നെ നമ്മുടെ ഈ ലെൻസ് നമുക്കറിയാം കോൺവെക്സ് ലെൻസ് ആണ്, ക്ലിയർ ലെൻസ് ആണ് അല്ലെ, ട്രാൻസ്പാരന്റ് ആണ്. പക്ഷെ ഏജ് കൂടുന്നതിനനുസരിച്ച് നമ്മുടെ ഈ ഒരു ഇലാസ്റ്റിസിറ്റിയും ഇതൊക്കെ നഷ്ടപ്പെട്ടിട്ട് നമുക്ക് സംഭവിക്കുന്നതാണ് കെറ്ററാക്ട് എന്ന് പറയുന്ന ഒരു അവസ്ഥ. പിന്നെ എന്താണ് പവർ ഓഫ് അക്കോമഡേഷൻ? അതായത് ഒബ്ജക്റ്റ് എത്ര ദൂരെ ആയാലും എത്ര അടുത്തായാലും കറക്റ്റ് ഇമേജ് നമ്മുടെ കണ്ണിലെ റെറ്റിനയിൽ തന്നെ ഫോം ചെയ്യിക്കാനുള്ള നമ്മുടെ കണ്ണിന്റെ ഒരു എബിലിറ്റിയാണ് പവർ ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഇതിന് നമ്മളെ സഹായിക്കുന്ന രണ്ട് ആൾക്കാരാണ്. ഒന്ന് സീലിയറി മസിൽസും പിന്നെ നമ്മുടെ ലെൻസും, അതേപോലെ തന്നെ ലിഗമെന്റ്സും ഇതിനെ സഹായിക്കുന്നുണ്ട്. അതായത് ലെൻസിന്റെ കർവേച്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് ദൂരെയുള്ള വസ്തുക്കളെയും അടുത്തുള്ള വസ്തുക്കളെയും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഒരു ഒബ്ജക്റ്റ് ദൂരെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ലിഗമെന്റ്സ് ഉണ്ടല്ലോ, ലെൻസിനെ കണക്ട് ചെയ്ത് നിൽക്കുന്ന ഈ ലിഗമെന്റ്സ് അങ്ങോട്ട് സ്ട്രെച്ച് ചെയ്യും. അപ്പൊ ലെൻസിന്റെ കർവേച്ചർ തിന്നാകും. ഓക്കെ, അങ്ങനെ കറക്റ്റ് ഒബ്ജക്റ്റ് നമ്മുടെ റെറ്റിനയിൽ ഫോം ചെയ്യും. ഈ ഒരാൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ മറ്റേ ആൾ റിലാക്സ് ചെയ്യായിരിക്കും. അത് എപ്പോഴും ആലോചിക്കണം കേട്ടോ. ഒരു മസിൽസ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ ഒരാൾ സ്ട്രെച്ച് ചെയ്യുമ്പോൾ മറ്റേ ആൾ റിലാക്സ് ചെയ്യാണ് ചെയ്യാം. അപ്പൊ അടുത്തുള്ള ഒബ്ജക്റ്റിനെ കാണുമ്പോഴോ ലിഗമെന്റ്സ് അങ്ങോട്ട് റിലാക്സ് ചെയ്യും, സീലിയറി മസിൽസ് കോൺട്രാക്ട് ചെയ്യും. അപ്പോൾ ലെൻസിന്റെ കർവേച്ചർ ഇങ്ങനെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇമേജ് നമ്മുടെ റെറ്റിനയിൽ തന്നെ ഫോം ചെയ്യാൻ പറ്റും. അത് ചോദിക്കാറുണ്ട്. പിന്നെ എങ്ങനെയാണ് നമുക്ക് ഡാർക്ക്നെസ്സും ലൈറ്റും പെർസീവ് ചെയ്യുന്നത്, നമ്മുടെ ബ്രെയിൻ എങ്ങനെയാണ് പെർസീവ് ചെയ്യുന്നതെന്ന്, അതിനാണ് നമ്മുടെ ഓൺ ആൻഡ് ഓഫ് ബൈപോളാർ സെൽ ലെയേഴ്സ് ഉള്ളത്. അതായത് ഗ്ലൂട്ടാമേറ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈമറി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഗ്ലൂട്ടാമേറ്റിന്റെ പ്രൊഡക്ഷനിലുള്ള വ്യതിയാനമാണ് നമുക്കത് ലൈറ്റ് ആണോ ഡാർക്ക്നെസ് ആണോ എന്ന് മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ നമ്മൾ ഭയങ്കര ഡാർക്ക്നെസ്സിലാണുള്ളതെങ്കിൽ നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സ് ഒത്തിരി ഗ്ലൂട്ടാമേറ്റ് പ്രൊഡ്യൂസ് ചെയ്യും.
അങ്ങനെ ഗ്ലൂട്ടാമേറ്റ് ഒത്തിരി പ്രൊഡ്യൂസ് ചെയ്യുമ്പം നമ്മളുടെ ഓഫ് ബൈപോളാർ സെൽസ് ആക്റ്റീവ് ആവും. ഇതെങ്ങനെ ഇപ്പൊ ആലോചിക്കാം? ഡാർക്ക്നെസ് ആവണമെന്നുണ്ടെങ്കിൽ ലൈറ്റ് ഓഫ് ചെയ്യണം, അങ്ങനെ ആലോചിച്ചാൽ മതി. അപ്പൊ ഡാർക്ക് ആവുന്ന സമയത്ത് ഗ്ലൂട്ടമേറ്റ് പ്രൊഡക്ഷൻ കൂടും, അപ്പൊ ഓഫ് ബൈപോളാർ സെൽസ് ആക്ടിവേറ്റഡ് ആകും, ഓൺ ബൈപോളാർ സെൽസ് ഇനാക്റ്റീവ് ആവും. ഓഫ് ബൈപോളാർ സെൽസ് ആക്ടിവേറ്റഡ് ആയാൽ അതിന്റെ അർത്ഥം ഇപ്പൊ ബ്രെയിനിന് മനസ്സിലാകും ഇതെന്താണ്, ഡാർക്ക്നെസ് ആണ്. അപ്പൊ നമുക്ക് ബ്രെയിൻ ഒരു ഡാർക്ക്നെസിന്റെ ഒരു അനുഭവം നമുക്ക് തരും. ഇനി ഒരു ലൈറ്റ് ഉള്ള സമയമാണ്, ഡേ ലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ ഗ്ലൂട്ടമേറ്റിന്റെ പ്രൊഡക്ഷൻ കുറയും. അപ്പൊ ഗ്ലൂട്ടമേറ്റിന്റെ പ്രൊഡക്ഷൻ കഴിഞ്ഞാൽ ഓൺ ബൈപോളാർ സെൽസ് ആണ് ആക്ടിവേറ്റ് ആവാം. എങ്ങനെ ആലോചിച്ചാൽ മതി? ലൈറ്റ് ഓൺ ആക്കുമ്പോഴാണ് നമുക്ക് പ്രകാശം കിട്ടുക അല്ലെ, ലൈറ്റ്, നമ്മുടെ ട്യൂബ് ലൈറ്റ് ഒക്കെ. അപ്പം ഓൺ ബൈപോളാർ സെൽസ് ആണ് ലൈറ്റിന്റെ പ്രസൻസിൽ ആക്റ്റീവ് ആവാം. അപ്പൊ ഓൺ ബൈപോളാർ സെൽസ് ആക്റ്റീവ് ആണെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? ലൈറ്റ് ഉണ്ട് എന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ ബ്രെയിൻ നമുക്ക് എന്ത് ഇമേജ് തരും? ലൈറ്റ് ഉള്ള ഒരു അനുഭൂതി നമുക്ക് തരും. അങ്ങനെയാണ് നമ്മുടെ ഓൺ ബൈപോളാർ സെൽസും ഓഫ് ബൈപോളാർ സെൽസും പ്രവർത്തിക്കുന്നത്. പിന്നെ നമ്മുടെ കളർ വിഷന് കാരണം നമുക്കറിയാം കോൺ സെൽസ് ആണ്. നമുക്ക് 3 ടൈപ്പ് കോൺ സെൽസ് ഉണ്ട്, S, M, L അല്ലെ. എസ് നമുക്ക് ബ്ലൂ കളറാണ്, എം നമുക്ക് ഗ്രീൻ കളറാണ്, എൽ റെഡ് കളറാണ്. ഇവരുടെ കോമ്പിനേഷൻ അനുസരിച്ചാണ് മറ്റ് കളറുകൾ നമുക്ക് കാണുന്നത്. അതായത് എത്രത്തോളം ലൈറ്റ്, നമുക്കറിയാം ലൈറ്റിന് ഡിഫറെന്റ് വേവ് ലെങ്ത് ആണ്. അപ്പോൾ ഓരോ ലൈറ്റിന്റെയും ആ ഒരു വേവ് ലെങ്തിനനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമുക്ക് പല കളേഴ്സ് ആയിട്ട് തോന്നുന്നത്. അപ്പോൾ റെഡും ഗ്രീനുമാണ് സ്റ്റിമുലേറ്റഡ് ആവുന്നതെന്നുണ്ടെങ്കിൽ, അതായത് റെഡിന് കാരണം L ആണ്, ഗ്രീനിന് കാരണം M ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടി സ്റ്റിമുലേറ്റഡ് ആയാൽ മഞ്ഞ കളർ കാണും. ഇത് രണ്ടും കൂടി ആണെങ്കിൽ പിങ്ക്, ഇത് രണ്ടും കൂടി ആണെങ്കിൽ ബ്ലൂ, എല്ലാവരും കൂടി ഒരുമിച്ച് സ്റ്റിമുലേറ്റഡ് ആയാലാണ് നമുക്ക് വൈറ്റ് കളർ കാണാം. ഓക്കെ, അതേപോലെ തന്നെ നമ്മളുടെ ഗ്രീൻ ആൻഡ് റെഡ് കോൺ സെൽസിന്റെ ജീൻസ് കാണുന്നത് X ക്രോമസോമിലും, അതേപോലെ തന്നെ നമ്മളുടെ ബ്ലൂ കോൺ പിഗ്മെന്റിന്റെ ജീൻ കാണുന്നത് ക്രോമസോം 7ലും ആണ് കേട്ടോ. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കണേ, നിങ്ങൾക്ക് 1 മാർക്കിനൊക്കെ വരാൻ ചാൻസ് ഉള്ളതാണ് ഏത് ക്രോമസോമിലാണെന്നുള്ളത്. പിന്നെ വരുന്നതാണ് നമ്മുടെ ബൈനോക്കുലർ വിഷൻ. ബൈനോക്കുലർ വിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് 2 കണ്ണുണ്ട് അല്ലേ. നമുക്ക് 2 കണ്ണുണ്ടെങ്കിൽ കൂടെ നമുക്ക് ഒറ്റൊരു ഇമേജ് ആണ് നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നത്. അതെങ്ങനെയാണ് പോസിബിൾ ആവുന്നത് എന്നുള്ളതാണ് ബൈനോക്കുലർ വിഷൻ പറയുന്നത്. അതായത് നമ്മുടെ 2 കണ്ണിലും 2 ഇമേജ് ഫോം ചെയ്യുന്നുണ്ട്. ആ 2 ഇമേജും ഒരുപോലെയല്ല, കാരണം ഈ ആംഗിളിനൊക്കെ അനുസരിച്ച് ഡിഫറെന്റ് ഇമേജുകൾ നമ്മുടെ കണ്ണിൽ ഫോം ചെയ്യുന്നുണ്ട്. അത് രണ്ടും കൂടെ നമ്മുടെ ബ്രെയിൻ കമ്പൈൻ ചെയ്ത് നമുക്കൊരു 3D ഇമേജ് തരികയാണ്. കാരണം പല ആംഗിളിൽ നിന്നുള്ള ഇമേജുകളാണ് നമ്മുടെ ബ്രെയിനിലേക്ക് പോകുന്നത്. അപ്പൊ അതിൽ നിന്നെല്ലാം കമ്പൈൻ ചെയ്തിട്ട് നമുക്കൊരു 3D ഇമേജ് തരുമ്പം നമുക്ക് ഒബ്ജക്റ്റിൽ നിന്നുള്ള ദൂരവും അതിന്റെ കറക്റ്റ് ഷേപ്പും ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അതിന് നമ്മളെ സഹായിക്കുന്ന നമ്മുടെ ഈ ഒരു ബൈനോക്കുലർ വിഷനാണ്. പിന്നെയാണ് നമ്മുടെ ഡിസീസസ് വരുന്നത്. ഡിസീസിന്റെ സെക്ഷൻ പറയുകയാണെങ്കിൽ നൈറ്റ് ബ്ലൈൻഡ്നെസ്. വൈറ്റമിൻ എ ഇല്ലാത്ത ഭക്ഷണമാണ് നമ്മൾ കഴിക്കുന്നത്. അതിലെ വൈറ്റമിൻ എ നമ്മുടെ ഡയറ്റിൽ ഇല്ലെങ്കിൽ നമുക്ക് നൈറ്റിൽ വിഷൻ ഉണ്ടാവില്ല. ഓക്കെ, അതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണം. ആൻഡ് സിറോഫ്താൽമിയ എന്ന് പറഞ്ഞാൽ കുറേ കാലം വൈറ്റമിൻ എ നമ്മുടെ ഡയറ്റിൽ ഇല്ലെങ്കിൽ എന്ത് പറ്റും, നമ്മുടെ കോർണിയൊക്കെ ഡ്രൈ ആകും, നമ്മുടെ കോർണി എന്തായിട്ട് മാറും, ഒപ്പേക്ക്, അതാര്യമായിട്ട് മാറുന്നതാണ്. പിന്നെ അൾട്ടിമേറ്റ് ബ്ലൈൻഡ്നെസ് ഉണ്ടാവും. ദെൻ ഹ്രസ്വദൃഷ്ടിയും ദീർഘദൃഷ്ടിയും, ഷോർട്ട് സൈറ്റും ലോങ് സൈറ്റും. ഷോർട്ട് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് അടുത്തുള്ളത് മാത്രമേ കാണുള്ളൂ, ലോങ് സൈറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ദൂരെയുള്ളത് മാത്രമേ കാണുള്ളൂ. അപ്പം ഷോർട്ട് സൈറ്റ്നെസ് ആകുമ്പോൾ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്കതൊരു കോൺകേവ് ലെൻസ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മളൊരു കോഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഷോർട്ട് കേവ് അല്ലെ, ചെറിയ ഗുഹ നമ്മൾ പറയാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഷോർട്ട് ആണെങ്കിൽ കോൺകേവ് ലെൻസ് വെച്ച് പരിഹരിക്കാം. അതായത് നമ്മുടെ ഐബോളിന്റെ സൈസ് ചെറുതാവുന്ന സമയത്ത് ഐബോളിന്റെ സൈസ് വലുതാവുന്ന സമയത്ത്, സാധാരണ ഇതാണ് വേണ്ടത്, പക്ഷെ ഐബോൾ ഭയങ്കര വലുതാവുമ്പോൾ ഒബ്ജക്റ്റ് മുന്നിലായിട്ട് ഫോം ചെയ്യും. ഓക്കെ, അപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺകേവ് ലെൻസ് വെച്ച് പരിഹരിക്കുന്നത്. ഇനി ഐബോളിന്റെ സൈസ് സാധാരണയിലും കുഞ്ഞായാലോ ഒബ്ജക്റ്റ് പിന്നിലാണ് ഫോം ചെയ്യുക, അപ്പം നമ്മളൊരു കോൺവെക്സ് ലെൻസ് വെച്ച് പരിഹരിക്കും. ഇനി വേറെ ഒന്നുണ്ട്, എസ്റ്റിഗ്മാറ്റിസം. അതായത് നമ്മൾ ജന്മനാ തന്നെ നമ്മളുടെ കോർണിയുടെ ലെൻസിന്റെ കർവേച്ചറിന് പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ഫോക്കസിങ് കിട്ടില്ല, ഇങ്ങനെ സ്കാറ്റേർഡ് ഇമേജ് ആയിരിക്കും കിട്ടുക. അപ്പൊ അതിന് നമ്മൾ സിലിണ്ടറിക്കൽ ലെൻസ് വെച്ചിട്ടാണ് പരിഹരിക്കുക. പിന്നെ നമ്മുടെ തിമിരം, ഇത് നമ്മുടെ ഏജ് ഓൾഡ് ഡിസീസ് ആണ്. അതായത് പ്രായമാകുന്നതിനനുസരിച്ച് നമ്മുടെ ലെൻസിന്റെ ഇലാസ്റ്റിസിറ്റി നഷ്ടപ്പെടുന്നതാണ്, അതിന്റെ ട്രാൻസ്പെറൻസി ഒക്കെ നഷ്ടപ്പെടുന്ന അവസ്ഥയാണ് കെട്രാക്ട്. ഇത് നമുക്ക് ലെൻസ് മാറ്റിവെക്കൽ സർജറി, ലെൻസ് റീപ്ലേസ്മെന്റ് സർജറി ചെയ്ത് പരിഹരിക്കാം. പിന്നെ ഗ്ലോക്കോമ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ ഈ ഒരു എക്വസ് ഫ്ലൂയിഡ്, എക്വസ് ഹ്യൂമർ എന്താണ്, നമ്മുടെ ബ്ലഡിൽ നിന്ന് രൂപപ്പെട്ട് തിരികെ ബ്ലഡിലേക്ക് തന്നെ റീഅബ്സോർബ്ഡ് ആവേണ്ട ഫ്ലൂയിഡ് ആണ്. പക്ഷെ ഇത് തിരികെ പോവാതെ ആയി കഴിഞ്ഞാൽ അവിടെ കെട്ടിക്കിടന്ന് അക്യുമുലേറ്റ് ചെയ്ത് കണ്ണിനുള്ളിൽ ഒരു പ്രഷർ ഡെവലപ്പ് ആവാനും ആ പ്രഷർ നമ്മുടെ ഫോട്ടോ റിസെപ്റ്റേഴ്സിനെയും ഒപ്റ്റിക് നെർവിനെയൊക്കെ ഡാമേജ് ചെയ്യുന്ന അവസ്ഥയാണ് ഗ്ലോക്കോമ. ഇത് ലേസർ ട്രീറ്റ്മെന്റ് വഴി നമുക്ക് പരിഹരിക്കാം. പിന്നെയാണ് നമ്മുടെ ഡയബറ്റിക് റെറ്റിനോപ്പതി. അതായത് നമ്മൾക്ക് അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റീസ്, ഭയങ്കരമായിട്ട് ഷുഗർ ഉണ്ടെങ്കിൽ അത് നമ്മളുടെ കാഴ്ചയെ ബാധിക്കും. ഓക്കെ, ദെൻ ചെങ്കണ്ണ് അല്ലെങ്കിൽ കൺജങ്ക്ടിവൈറ്റിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കൺജങ്ക്ടൈവ എന്ന് പറയുന്ന ലെയറിൽ ഇൻഫെക്ഷൻ ഉണ്ടാവുകയാണ്.
ബാക്ടീരിയോ വൈറസോ എന്തോ കാരണമാകാം. അപ്പോൾ നമ്മൾ വീട്ടിൽ നല്ലപോലെ റെസ്റ്റ് ഒക്കെ എടുത്ത് കണ്ണൊക്കെ നല്ലപോലെ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മാറ്റാൻ പറ്റും. ഇനി നമ്മുടെ നെക്സ്റ്റ് അതാണ് നമ്മുടെ ചെവി. ചെവിയുടെ കാര്യത്തിൽ പറയുമ്പോൾ ചെവിയിൽ നമുക്ക് 3 സെഗ്മെന്റ്സ് ഉണ്ട്. ഒരു ഔട്ടർ ഇയർ, മിഡിൽ ഇയർ, ഇന്നർ ഇയർ. ഔട്ടർ ഇയറിലാണ് നമ്മുടെ പിന്ന, അതുപോലെ ഓഡിറ്ററി കനാൽ വരുന്നത്. മിഡിൽ ഇയറിലാണ് നമ്മുടെ ടിംപാനം, ഇയർ ഓസിക്കിൾസ് ആയിട്ടുള്ള മാലിയസ് ഇൻകസ് സ്റ്റേപ്പസ്, പിന്നെ ഇവിടെ നമുക്കൊരു യൂസ്റ്റേഷ്യൻ ട്യൂബ്. ഇന്നർ ഇയറിലാണ് നമ്മളുടെ 2 സെഗ്മെന്റ്സ് ഉണ്ട്. ബോഡി ബാലൻസിന് സഹായിക്കുന്ന സെമി സർക്കുലർ കനാൽസും വെസ്റ്റിബ്യൂളും, അതേപോലെ തന്നെ നമ്മുടെ കോക്ലിയയും ഓഡിറ്ററി നെർവും. ഓക്കെ, അപ്പൊ അതിൽ നമ്മളുടെ കേൾവിയുടെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യം നമ്മുടെ പിന്നെ എടുക്കണം. പിന്നെയാണ് നമ്മുടെ സൗണ്ട് വേവ്സിനെ എന്ത് ചെയ്യുന്നത്, കളക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഡയറക്ഷൻ മനസ്സിലാക്കാനും പിന്നെ ഒരു പരിധി വരെ ഡസ്റ്റിൽ നിന്നും ജേംസിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. ഓഡിറ്ററി കനാലിൽ നമുക്ക് ഇവിടെ ഹെയർസും ബാക്സും കാണാം. ഇതും ഒരു പരിധി വരെ ഡസ്റ്റ് പാർട്ടിക്കിൾസിൽ നിന്ന് പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. പിന്നെ നമ്മുടെ പിന്നെ കളക്ട് ചെയ്യുന്ന സൗണ്ട് വേവ്സിനെ ടിംപാനത്തിലേക്ക് എത്തിക്കും. ടിംപാനം ഒരു വലിച്ചു കിട്ടിയ മെംബ്രെയിൻ ആണ്. അത് സൗണ്ട് വേവ്സ് വരുമ്പോൾ വൈബ്രേറ്റ് ചെയ്യും. ആ വൈബ്രേഷൻസ് കൂട്ടി എത്രയാണോ വന്നത് അതിന്റെ മടങ്ങ് കൂട്ടിയിട്ടാണ് ഈ ഓസിക്കിൾസ് എവിടേക്ക് കൊടുക്കുന്നത്, ഇന്നർ ഇയറിലേക്ക് കൊടുക്കുന്നത്. ആൻഡ് യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ ഫംഗ്ഷൻ എക്സാമിന് ചോദിക്കാറുണ്ട്. ഒന്ന്, ടിംപാനത്തിന്റെ 2 സൈഡിലുള്ള പുറത്തും ഉള്ളിലുമുള്ള പ്രഷർ ബാലൻസ് ചെയ്യാം. രണ്ടാമതായിട്ട് നമ്മുടെ ചെവിയിലുള്ള മ്യൂക്കസിന്റെയും ഫ്ലൂയിഡിന്റെ ഒക്കെ ഫ്ലോ കറക്റ്റ് ആക്കുക, അതായത് ഫാരിങ്സിലേക്ക് ഒഴുകി കറക്റ്റ് ആക്കുക എന്നുള്ളതാണ് യൂസ്റ്റേഷ്യൻ ട്യൂബിന്റെ ഫംഗ്ഷൻ. ഇനി നമ്മുടെ ഈ ഇന്നർ ഇയറിലേക്ക് ഈ ഒരു എന്താ പറയുക വൈബ്രേഷൻ എത്തിയാൽ എന്താണ് സംഭവിക്കുക? ഇന്നർ ഇയറിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നമുക്ക് 3 ചേംബേഴ്സ് ഉണ്ട്, ഔട്ടർ, മിഡിൽ, ഇന്നർ. ഓക്കെ, അപ്പൊ ഈ ഇന്നറിന്റെ ഉള്ളിലാണ് നമുക്ക് എൻഡോലിംഫ് ഉള്ളത്. ഇവിടെയും നമുക്ക് പെരിലിംഫ് ആണ്. ഈ ഒരു മെംബ്രെയിൻ, അതായത് മിഡിൽ ഇയറിനെയും മിഡിൽ ചേംബറിനെയും അതുപോലെ ലോവർ ചേംബറിനെയും സെപ്പറേറ്റ് ചെയ്യുന്ന ഈ മെംബ്രെയിൻ ആണ് ബേസിലാർ മെംബ്രെയിൻ. ഇവിടെയാണ് നമ്മുടെ ഹെയർ സെൽസ് ഉള്ളത്. അപ്പൊ വൈബ്രേഷൻ സ്റ്റേപ്പസ് നേരെ കൊടുക്കുന്നത് ഔട്ടർ ചേംബറിനാണ്. നമ്മുടെ കോക്ലിയ ആണിത്. ഈ കോക്ലിയയുടെ ഈ ഔട്ടർ ചേംബറിൽ ആണ് നമ്മുടെ വൈബ്രേഷൻ കൊടുക്കുക. അപ്പൊ ഈ വൈബ്രേഷൻ കാരണം ഇത് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് ഈ പെരിലിംഫ് ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്ത് ഇവിടെ എത്തും. ഈ വൈബ്രേഷൻ കാരണം ബേസിലാർ മെംബ്രെയിൻ വൈബ്രേറ്റ് ചെയ്യും. ഓക്കെ, ബേസിലാർ മെംബ്രെയിൻ ഇങ്ങനെ വൈബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെയുള്ള ഹെയർ സെൽസ് വൈബ്രേറ്റ് ചെയ്യും. ഈ ഹെയർ സെൽസ് വൈബ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇമ്പൾസസ് ഉണ്ടാകും. ഈ ഇമ്പൾസസിനെ നമ്മുടെ ഓഡിറ്ററി നെർവ് ബ്രെയിനിൽ കൊണ്ടുപോകും, നമുക്ക് കേൾക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മളുടെ ഓരോരുത്തരുടെയും ഫങ്ഷൻസ് മിസ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എന്താണ്, സൗണ്ട് വേവ്സിന് ഓഡിറ്ററി കനാലിൽ എത്തിക്കും. നമ്മുടെ ഡയറക്ഷൻ ഐഡന്റിഫൈ ചെയ്യാനും ഒരു പരിധി വരെ എക്സ്റ്റേണൽ പാർട്ടിക്കിൾസിന് പ്രൊട്ടക്ഷൻ തരും. ഓഡിറ്ററി കനാൽ ആണെങ്കിൽ നമ്മൾക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. ടിംപാനത്തിന് ഡസ്റ്റിൽ നിന്നൊക്കെ പ്രൊട്ടക്ഷൻ ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ഇയർ വാക്സും ഹെയർ സെൽസും ജേംസിൽ നിന്നും ഡസ്റ്റിൽ നിന്നും പ്രൊട്ടക്ഷൻ തരുന്നുണ്ട്. മിഡിൽ ഇയർ ആണെങ്കിൽ ടിംപാനം എന്ന് പറയുന്നതും ഒരു ഇയർ ഡ്രം എന്ന് പറയേണ്ട ഒരു വലിച്ചു കെട്ടിയ മെംബ്രെയിൻ ആണ്. സൗണ്ട് വേവ്സിനനുസരിച്ച് വൈബ്രേറ്റ് ചെയ്യും. ഇയർ ഓസിക്കിൾസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വൈബ്രേറ്റ് അക്കോർഡിംഗ് ടു ദ സൗണ്ട് വേവ്സ്. വൈബ്രേഷൻസിനെ ഇന്നർ ഇയറിലേക്ക് പാസ് ചെയ്യും. യൂസ്റ്റേഷ്യൻ ട്യൂബ് ആണെങ്കിൽ പ്രഷർ ബാലൻസ് ചെയ്യാൻ സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫ്ലൂയിഡിന്റെ ഫ്ലോ, മ്യൂക്കസിന്റെയും ഫ്ലൂയിഡിന്റെ ഫ്ലോ കറക്റ്റ് ആക്കുന്നുണ്ട്. ഇന്നർ ഇയറിലാണെങ്കിൽ നമുക്ക് ബാലൻസിങ്ങിന് വേണ്ടിയിട്ട് സെമി സർക്കുലർ കനാലും വെസ്റ്റിബ്യൂളും ഉണ്ട്. വെസ്റ്റിബ്യൂൾ എന്ന് പറയുമ്പോൾ യൂട്രിക്കിളും സാക്യൂളും ഇവിടുത്തെ നെർവ്സും വരും. ആൻഡ് ഹിയറിങ്ങിന് കോക്ലിയും ഓഡിറ്ററി നെർവും വരുന്നുണ്ട്. ഓക്കെ, ദെൻ നമ്മുടെ ഇവിടെ ഒരു മെംബ്രെയിൻ ഉണ്ട് കേട്ടോ. ഇവിടെ ഉള്ള മെംബ്രെയിൻ ആണ് ഓവൽ വിൻഡോ. അതിന് താഴെ ഉള്ളതാണ് റൗണ്ട് വിൻഡോ. ഓവൽ വിൻഡോ എന്ന് പറയുന്ന മെംബ്രെയിൻ വഴിയാണ് സ്റ്റേപ്പസിന്റെ വൈബ്രേഷൻ ഇന്നർ ഇയറിലേക്ക് കൊടുക്കുന്നത്. പിന്നെ നമ്മുടെ ബോഡി ബാലൻസിന് നിങ്ങൾക്ക് ഇവിടെ കാണാം 3 സെമി സർക്കുലർ കനാൽസ് ഉണ്ട്. ഓക്കെ, ആൻഡ് ഇവിടെ ഒരു യൂട്രിക്കിളും ഒരു സാക്യൂളും ഉണ്ട്. യൂട്രിക്കിളും സാക്യൂളും ചേരുന്നതാണ് വെസ്റ്റിബ്യൂൾ. ഓക്കെ, പിന്നെ ഇവിടുന്ന് പോകുന്ന വെസ്റ്റിബുലാർ നെർവും ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് നമ്മുടെ ബോഡി ബാലൻസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളിങ്ങനെ തല ഇങ്ങനെ അനക്കില്ലേ, ഓക്കെ, തല ഇങ്ങനെ അനക്കുന്ന സമയത്ത് നമ്മുടെ വെസ്റ്റിബുലാർ സിസ്റ്റം എന്താണെന്ന് ചോദിച്ചാൽ സെമി സർക്കുലർ കനാല്, വെസ്റ്റിബ്യൂളും ഹെയർ സെൽസും ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ തല ഇങ്ങനെ അനക്കുന്ന സമയത്ത് ഈ സെമി സർക്കുലർ കനാലിനുള്ളിലെയും വെസ്റ്റിബ്യൂളിലെയും യൂട്രിക്കിളുടെയും ഉള്ളിലുള്ള ആ ഒരു എൻഡോലിംഫ് അനങ്ങും. എൻഡോലിംഫ് അനങ്ങി കഴിഞ്ഞാൽ ഹെയർ സെൽസ് അനങ്ങും. ഹെയർ സെൽസ് അനങ്ങിയാൽ ഇമ്പൾസസ്, ആവേഗങ്ങൾ ഉണ്ടാകും. അത് വെസ്റ്റിബുലാർ നെർവ് സെറിബെല്ലത്തിൽ എത്തിച്ചാൽ ബോഡി ബാലൻസ്. ഓക്കെ, പിന്നെ നമ്മുടെ സ്മെല്ല്. ഈ സ്മെല്ലിനും ടേസ്റ്റിനും ടച്ചിനും ഒക്കെ ഈ സെയിം ഫ്ലോ ആണ്. അതായത് ആദ്യം ഒരു സ്റ്റിമുലൈ വരണം, റിസെപ്റ്റേഴ്സ് റിസീവ് ചെയ്യണം, നെർവ്സ് അതിനെ കൊണ്ടുപോകണം, സെൻസേഷൻ കിട്ടി. അപ്പൊ ആദ്യം ഈ എയർ പാർട്ടിക്കിൾസ്, ഓൾഫാക്ടറി പാർട്ടിക്കിൾസ്, അതായത് സ്മെല്ലിന് കാരണമായിട്ടുള്ള കെമിക്കൽസ് എയറിൽ ഡിസോൾവ് ആയിട്ടുണ്ടാവും. ഇപ്പോൾ ഇവിടെ പെർഫ്യൂം സ്പ്രേ ചെയ്താൽ ഓക്കെ, അത് നമ്മുടെ നോസ്ട്രൽസിലൂടെ മൂക്കിൻ്റെ ഉള്ളിൽ കയറും. അപ്പൊ മൂക്കിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അറിയാം മ്യൂക്കസ് എന്ന് പറയുന്ന മെംബ്രെയിൻ ഉണ്ട്. ഈ മ്യൂക്കസ് എന്ന് പറയുന്ന മെംബ്രെയിൻ മ്യൂക്കസ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, ശ്ലേഷ്മം. അപ്പൊ ഈ പാർട്ടിക്കിൾസ് മ്യൂക്കസിൽ ഡിസോൾവ് ചെയ്യും. അപ്പൊ എന്താകും, ഈ മ്യൂക്കസിൽ തന്നെയാണ് നമ്മുടെ ഓൾഫാക്ടറി റിസെപ്റ്റേഴ്സ് ഇങ്ങനെ നിൽക്കുന്നത്.
അപ്പോൾ മ്യൂക്കസിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഈ കെമിക്കൽസ് നമ്മുടെ ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് അല്ലെ ഗന്ധഗ്രാഹികളെ ഉദ്ദീപിപ്പിക്കും. അപ്പൊ അവിടെ ഇമ്പൾസ് ഉണ്ടാകും. ആ ഇമ്പൾസ് ബ്രെയിനിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്ക് സ്മെല്ല് കിട്ടും. ദ പാർട്ടിക്കിൾസ് റെസ്പോൺസിബിൾ ഫോർ സ്മെൽ എൻ്റർ ദ നേസൽ ക്യാവിറ്റി, ദെൻ ഇറ്റ് ഗെറ്റ്സ് ഡിസോൾവ്ഡ് ഇൻ ദ മ്യൂക്കസ് ആൻഡ് പ്രൊഡ്യൂസ്ഡ് ബൈ മ്യൂക്കസ് മെംബ്രെയിൻ. ഓൾഫാക്ടറി ന്യൂറോൺസ് ഇൻ ദ മ്യൂക്കസ് മെംബ്രെയിൻ സ്റ്റിമുലേറ്റഡ് ആകും. അപ്പൊ എന്തുണ്ടാകും? ഇമ്പൾസ് ഉണ്ടാകും. ആ ഇമ്പൾസ് ഓൾഫാക്ടറി നെർവ് വഴി ബ്രെയിനിൽ എത്തിയാൽ സ്മെല്ല് കിട്ടും. ഇനി ടേസ്റ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ നമ്മുടെ നാവില് നമുക്ക് ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു പൊന്തി കിടക്കുന്ന സാധനങ്ങൾ കാണാം. ദാറ്റ് ഈസ് പാപ്പില്ല. ഈ ഓരോ പാപ്പില്ലയുടെ അകത്തും നമുക്ക് എന്തുണ്ട്? ടേസ്റ്റ് ബഡ് ഉണ്ട്. ഓരോ ടേസ്റ്റ് ബഡിന്റെ അകത്തും നമുക്ക് 100 കണക്കിന് കീമോ റിസപ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഇതാണ് നമ്മുടെ റിസപ്റ്റേഴ്സ്. ഓക്കെ, അപ്പൊ ഈ കീമോ റിസപ്റ്റേഴ്സിൽ നിന്നുള്ള മൈക്രോവില്ലൈ നമ്മുടെ പാപ്പില്ലേന്റെ ഇടയിൽ കൂടെ നാവിന്റെ മുകളിലേക്ക് എത്തുന്നുണ്ട്. പാപ്പില്ലിന്റെ ഇടയിലുള്ള ചെറിയ പോഴ്സിലൂടെ ഇവിടെ നിങ്ങൾക്ക് കാണാം. പാപ്പില്ലിന്റെ ഇടയിലുള്ള ചെറിയ പോഴ്സിലൂടെ ഇവരിങ്ങനെ പുറത്തേക്ക് എത്തുന്നുണ്ട്. കണ്ടോ? ഇവിടേക്ക് ഇങ്ങനെ എത്തുന്നുണ്ട്. അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ടേസ്റ്റിന് കാരണമായിട്ടുള്ള കെമിക്കൽസ് നമ്മുടെ സെലൈവയിൽ ഡിസോൾവ് ചെയ്യും. അത് എന്ത് ചെയ്യും? നമ്മുടെ പാപ്പില്ലിന്റെ ഉള്ളിലുള്ള ടേസ്റ്റ് ബഡിന്റെ ഉള്ളിലുള്ള കീമോ റിസപ്റ്റേഴ്സിനെ സ്റ്റിമുലേറ്റ് ചെയ്യും. അപ്പം ഇമ്പൾസ് ഉണ്ടാകും. നെർവ്സ് അത് ബ്രെയിനിൽ എത്തിച്ചാൽ ടേസ്റ്റ് കിട്ടി. അത്രേ ഉള്ളൂ. പിന്നെ നമ്മുടെ ടച്ചിന്റെ കാര്യം പറയുകയാണെങ്കിൽ പ്രഷർ, ടെമ്പറേച്ചർ, തണുപ്പ്, പെയിന് ഒക്കെ അറിയാനുള്ള റിസപ്റ്റേഴ്സ് നമ്മുടെ സ്കിന്നിലുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ മറ്റുള്ള ജീവികളിലുള്ള സെൻസേഷൻ എങ്ങനെയാണ്? അപ്പൊ അമീബയിൽ നോക്കുകയാണെങ്കിൽ ഡിറ്റക്ട് ദ പ്രസൻസ് ഓഫ് കെമിക്കൽ ഇൻ ദ സറൗണ്ടിങ്സ്. അമീബയ്ക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവരുടെ സറൗണ്ടിങ്സിലുള്ള ആ കെമിക്കൽസ് സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എന്നിട്ട് അത് ഹാംഫുൾ ആണെങ്കിൽ അതിന് ഓപ്പോസിറ്റേക്ക് മൂവ് ചെയ്യാൻ പറ്റും. യൂഗ്ലീനെ ആണെങ്കിൽ ഐ സ്പോട്ട് ഉണ്ട്, ലൈറ്റിന്റെ ഡയറക്ഷൻ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെ സഹായിക്കും. ഇൻസെക്ട്സിനാണെങ്കിൽ അവർക്ക് കോമ്പൗണ്ട് ഐസ് ഉണ്ട്. ഓക്കെ, കോമ്പൗണ്ട് ഐസിന്റെ അകത്ത് ഒമാറ്റിഡി ഉണ്ട്. അതുപോലെ ആന്റിന അവരെ സെൻസേഷന് ടച്ചിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ ബാറ്റിനൊക്കെ ആണെങ്കിൽ നമുക്ക് ഇയേഴ്സും ഉണ്ട്, സ്പെഷ്യൽ എക്കോ അറിയാനുള്ള ഓർഗൻ ഉണ്ട്. അതിനനുസരിച്ചാണ് അവർ മൂവ് ചെയ്യുന്നതും അതുപോലെ ഇര പിടിക്കാനൊക്കെ പോകുന്നത്. പിന്നെ ഹോക്കിനാണെങ്കിൽ നല്ല ഹൈ പവറിലുള്ള വിഷന് വേണ്ടിയിട്ടുള്ള കണ്ണുകളുണ്ട്. ദെൻ അതേപോലെ തന്നെ അൾട്രാവയലറ്റ് റേഡിയേഷൻ ഡിറ്റക്ട് ചെയ്യാനുള്ള പവർ കൂടി ഉണ്ട്. പിന്നെ പാമ്പിനാണെങ്കിൽ ജേക്കബ്സൺസ് ഓർഗൻ സ്മെല്ല് സെൻസ് ചെയ്യാനാണ്. ആൻഡ് നമ്മൾ ഡോഗിനെ നോക്കുകയാണെങ്കിൽ ഹൈലി സെൻസിറ്റീവ് ആയിട്ടുള്ള ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ്, നമ്മളെക്കാൾ എത്രയോ മടങ്ങ് കൂടുതൽ സെൻസേഷൻ ഉള്ള ഓൾഫാക്ടറി റിസപ്റ്റേഴ്സ് ഉണ്ട്. ഇത്രയാണ് നമ്മളൊരു 30 മിനിറ്റ്സിൽ വിചാരിച്ചെങ്കിലും ഒരു 20 മിനിറ്റ്സിൽ തീർന്നിട്ടുണ്ട്. അപ്പോൾ എൻ്റെ കുട്ടികൾക്ക് ഒരു ക്വിക്ക് റിവിഷൻ ആയെങ്കിൽ കമൻറ്റ് ചെയ്യാം. നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണാം.